ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ചെറുപ്പത്തിൽ എനിക്ക് വലിയൊരു ദുഃഖം ഉണ്ടായിരുന്നു. ആ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജ്യേഷ്ഠനില്ല, എനിക്ക് അനുജനില്ല എന്ന് പറഞ്ഞൊരു ദുഃഖം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനും ഇന്ന് സഭായത്തിൽ സംബന്ധിക്കുന്നതിന് എൻ്റെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടുപേരെയും കർത്താവ് എനിക്ക് തന്നതാണ്, ദാനമായി തന്നതാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരനോടും അനിയനോടും കൂടെയും ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് ആരാധിക്കാൻ ഒരു അവസരം കിട്ടി. ഒരപ്പത്തിന്റെ അംശികളാക്കി തന്നെ തന്നു. ഒരപ്പത്തിന്റെ അംശികളാക്കി കർത്താവ് എനിക്ക് നൽകി തന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ വലിയ മഹാഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനെ, ജോസഫ് സഹോദരനെ, കറക്റ്റാ, സഹോദരനെ ജോസഫ് സഹോദരനെ ഇന്ന് കർത്താവിന് ജലത്തിൽ സാക്ഷിപ്പാനായിട്ട് അവസരം കൊടുത്തു. എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്വത്തൊക്കെ ഡബിളാവും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരനെ സംബന്ധിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. 3 രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് 4 വീട് ദൈവം കൊടുത്തിട്ടുണ്ട്. 3 വീട്, 3 രാജ്യങ്ങളിലും 3 ഓരോ വീട് വീതം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലൊരു വീട്, ഇന്ത്യയിലൊരു വീട്, അമേരിക്കയിലൊരു വീട്. എല്ലാം മനോഹരമായ വലിയ വീടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണ്ടുന്ന നന്മ കൊടുത്തിട്ടുണ്ട്. ഇനി 2 വീടും കൂടെ കിട്ടാൻ പോവുക. ആൺമക്കൾ 2 പേരും കൂടെ ചിലപ്പോൾ ഇനി 2 പേരും വീട് വേറെ മേടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും സ്നാനപ്പെട്ടുകൊണ്ട് കിട്ടാൻ പോകുന്നതല്ല. സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു ഭൗതിക നന്മ കിട്ടുന്ന ആര് സ്വപ്നം കാണണ്ട. കർത്താവ് പറഞ്ഞിട്ടില്ല കിട്ടേ മേടിച്ചോണ്ട്, വേണ്ടെന്ന് പറയും വേണ്ട. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഓർക്കാൻ പോവുക. വളരെ ചുരുങ്ങിയ നേരം ഞാൻ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്നാനപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ അതിലെ ഒരെണ്ണം മാത്രം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം എടുക്കുക, 2-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 2-ന്റെ-19 വാക്യം. കൊലോസ്യ 2:19. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എന്തിനാ സ്നാനമേറ്റത്? ക്രിസ്തുവിനോട് ചേരുവാൻ. ക്രിസ്തുവാണ് തല. ആ തലയോട് നമ്മൾ അങ്ങ് ചേർന്നു. അവിടെ വായിക്കുമ്പോൾ ഇനി മനസ്സിലായല്ലോ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു, ഏകീഭവിച്ചു, ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോ ഈ തലയായവനോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ചൈതന്യം ലഭിക്കും. ചൈതന്യം ലഭിക്കും. ഇതുവരെ ലഭിക്കാത്ത ഒരു ചൈതന്യം ലഭിക്കും. ആ ചൈതന്യത്തെ പറയുന്ന പേര് ഭൗതികമായ ചൈതന്യമല്ല, ആത്മീകമായ ചൈതന്യം. ഒന്നുകൂടെ പറഞ്ഞ മാനസികമായ ചൈതന്യം. അപ്പൊ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിച്ചാൽ ദൈവമക്കൾക്ക് ലഭിക്കുന്ന വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈതന്യം ലഭിക്കും. ഞാനത് വിശദീകരിക്കാം. അതിനെക്കുറിച്ചാണ് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത്, വളർച്ച പ്രാപിക്കുന്നു. ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. ഇനി ഓരോ ദിവസവും ഗ്രോത്താണ്. ഓരോ ദിവസം ഗ്രോത്താ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയായവനിൽ നിന്ന് ഞരമ്പുകളാലും സന്ധികളാലും ആ ഞരമ്പിലൂടെ വ്യാപരിക്കുന്ന ഒഴുകുന്ന തിരുനിണം, നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്ന തിരുനിണം നമ്മുടെ അഴുക്ക് നീക്കിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പോഷകം തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കൊരു വളർച്ച ലഭിക്കുകയാണ്. എവിടുന്ന ലഭിക്കുന്നത്? തലയായവനിൽ നിന്ന് നമ്മളങ്ങ് ഏകീഭവിച്ചു, നമ്മൾ ഒന്നായി ചേർന്നു. അങ്ങനെയാണ് നമുക്ക് ചൈതന്യം ലഭിക്കുന്നത്. ഈ തലയായവനോട് ചേർന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അഹരോന്റെ ശിരസിൽ പകരപ്പെട്ട അഭിഷേക തൈലം, സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ആ ശിരസിൽ നിന്ന് ഒഴുകി അഹരോന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ വരെ ഒഴുകി എന്നാ പറയുന്നത്. അഭിഷേകം പകരപ്പെട്ടിരിക്കുന്നത് തലയിലാണ്. തല ആരാ? ക്രിസ്തു. അഭിഷക്തനാരാ? ക്രിസ്തു. സ്നാനപ്പെട്ടപ്പോ നമ്മൾ ഓരോരുത്തരും എങ്ങനെ അഭിഷക്തന്മാരായി എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്. യേശുവിന്റെ ശിരസിനോട് നമ്മൾ ചേർന്നപ്പോ ആ ശിരസിൽ വീണ അഭിഷേകം ഒഴുകിയിറങ്ങി നമ്മിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്നിലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ പകരപ്പെട്ട തലയായ യേശു ക്രിസ്തുവിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നുണ്ട്. അത് എന്നിൽ സർവവുമായി വ്യാപരിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ അത് വ്യാപരിക്കുന്നുണ്ട്. ആ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ചില ശക്തികളുണ്ട്. എന്തിനാണ് യേശുവിന്റെ ശിരസിൽ അഭിഷേകം പകരപ്പെട്ടത്? അവൻ രാജാവാണ്. ഒരു രാജകീയ അഭിഷേകം നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. ആ രാജകീയ അഭിഷേകം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മിലും വ്യാപരിക്കുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? രാജകീയ അഭിഷേകം നമ്മിൽ വ്യാപരിക്കുന്നു പറഞ്ഞാൽ
പവറാണ്, പവർ. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞ പവറാ. ആരവിടെ, നിക്കവിടെ, ഞാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ നടക്കും. ഇതേപോലെ വാക്കിൽ ഒരു അധികാരം തരാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഈ സർവത്തിന്മേൽ വാഴുവാനാ ദൈവം ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിച്ചത്, അല്ലേ? നീ സകലത്തിന്മേലും വാഴുക. എന്നാൽ ഇന്ന് ഈ സർവത്തിന്റെ മുകളിൽ അധികാരി എന്ന് പറഞ്ഞാൽ, ഞാനിതിന്റെ സർവത്തിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ ആര് നിൽക്കുന്നുണ്ട്? അന്ധകാര ശക്തി നിൽക്കുന്നുണ്ട്, പിശാച്. അവൻ പറയാ എന്നെ വീണ് നമസ്കരിച്ചാൽ തരുന്നത്. അപ്പൊ നമ്മൾ പറയാ നീ പോടാ അവിടെ നിന്ന് ധൈര്യമായിട്ട് ശാസിക്കാം. അത് എപ്പോഴാണ് പറ്റുന്നത്? സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് അന്ധകാര ശക്തികളെ ശാസിക്കാനുള്ള അധികാരം കിടക്കുക. അതെന്താ കാരണം? രാജകീയ അഭിഷേകം നമ്മിലൂടെ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? എന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ദുഷ്ട അന്ധകാരങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ഒരു ദുഷ്ട അന്ധകാരം എന്നെ സ്വാധീനിച്ച് എന്റെ ബുദ്ധിമണ്ഡലത്തെ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ ധൈര്യത്തോടെ പറയണം, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോ. എന്റെ തലമുറയിൽ നിന്ന് വിട്ടുപോ, എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോ. ധൈര്യമായി പറഞ്ഞോളാം. അതിനുള്ള അധികാരം ആര് തന്നിരിക്കുക? ഈ തലയായതിനോട് ചേർന്നപ്പോ കിട്ടിയതാ. തലയായതിനോട് ചേർന്നപ്പോ കിട്ടിയതാ. മറ്റൊന്ന് പൗരോഹിത്യ ശുശ്രൂഷയാണ്. ഈ അഭിഷേകം എന്തിനാണ്? പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കളെ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റും. സ്നാനപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനേഷൻ വേണമെന്നൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ IPC നിയമം അനുസരിച്ച് അങ്ങനെയാണ്. സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഓർഡിനേഷൻ കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ 7 കൊല്ലം ഇവാഞ്ചലിസ്റ്റാണ്. ആ 7 കൊല്ലത്തിനുള്ളിൽ സ്നാനം നടത്തണം. സ്നാനം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് സെൻറ്റർ അംഗീകരിച്ച് ഓർഡിനേഷൻ ശുശ്രൂഷ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്ന പാസ്റ്റർമാരാണ് വിവാഹ ശുശ്രൂഷ നടത്തുക, പാസ്റ്റർമാരാണ് കർത്തൃമേശ നടത്തുക, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നത് നമുക്കൊക്കെ അതിനുള്ള അധികാരമുണ്ട്. എന്നാൽ സകലം ചന്തമായി ഉചിതമായി നടക്കാൻ വേണ്ടി ചില ക്രമീകരണങ്ങൾ സഭയ്ക്ക് വേണ്ടി ആക്കി വെച്ചതുകൊണ്ടാണ് ശുശ്രൂഷന്മാർ ചെയ്യുന്നതെന്നുള്ളൂ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഓർക്കുക, എന്നിൽ ഒരു പൗരോഹിത്യം എന്ന് പറയുന്നുണ്ട്. എന്തിനാ പൗരോഹിത്യം? പൗരോഹിത്യ ശുശ്രൂഷ എന്തിനാണ് ചെയ്യുന്നത്? യാഗമർപ്പിക്കാനാ. അതാ മറന്നു പോകാത്തത്. നമ്മൾ ബാക്കി ഭാഗങ്ങളെ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം യാഗമർപ്പിക്കണം, നിരന്തരം യാഗമർപ്പിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മൾ ദിവസവും സമർപ്പിച്ച് യാഗമായി സമർപ്പിച്ച് നമ്മൾ യാഗം കഴിക്കണം. സ്തോത്രം എന്ന യാഗം ഇടവിടാതെ ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ശുശ്രൂഷ ചെയ്തേ പറ്റൂ. ഞാൻ എന്നെ സമർപ്പിക്കണം. ആദ്യം എല്ലാ ദിവസവും നിരന്തരം ഞാൻ എന്നെ സമർപ്പിക്കണം. ഞാൻ സ്തോത്രമെന്ന അതിരബലമെന്ന സ്തോത്രമെന്ന യാഗം ഇടവിടാതെ ഞാൻ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനുണ്ട്. മൂന്നാമത്തത് പ്രവാചകനാണ്. ഒരു പ്രവചന ശബ്ദം നാമിലൂടെ വ്യാപരിക്കും. അത് എവിടുന്നെല്ലാം വന്നത്? ഈ അഭിഷേകത്തിലൂടെ വന്നതാ. തലയിൽ നിന്ന് ഞരമ്പ് വഴി വന്നതാ. സന്ധികളിലൂടെ വ്യാപരിച്ചതാ. അങ്ങനെയാണെങ്കിൽ ചിലവർക്ക് മാത്രമായി ലഭിക്കുന്ന കൃപാവരമല്ല, പ്രവചനവരം വാഞ്ചിപ്പിനെന്ന് പ്രത്യേകം പൗലോസ് പറയാൻ കാരണം എന്താ അറിയോ? എല്ലാവർക്കും ദൈവം ചില പ്രവചനവരം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയും, ഇന്ന് നീ അവിടെ പോകണ്ട, അതൊരു പ്രവചന. നീ മിണ്ടാതിരിക്കുക. പ്രവചനം നമ്മിലൂടെ വ്യാപരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർത്തു വയ്ക്കുക, എത്രയോ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രവചനമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, ഇല്ലേ? ഇത് നമ്മൾ മറന്നു പോകാതെ വീണ്ടും പറയണം, കർത്താവെ എന്നിൽ അത് ജ്വലിക്കണം, കർത്താവെ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഈ അഭിഷേകം ഒഴുകി വരും നമ്മുടെ സന്ധികളിലേക്ക്, നമ്മുടെ ഞരമ്പുകളിലേക്ക്, നമ്മുടെ ശിരസിലേക്ക്. അത് ഒഴുകി വരുന്നുണ്ട്. സ്തോത്രം. മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒഴുകി വരുന്ന അഭിഷേകം നമുക്ക് നിറവായിട്ട് വരും. അപ്പോൾ തലയായവന് ചേർന്ന് കഴിഞ്ഞാൽ ഒന്ന് ചൈതന്യം കിട്ടാൻ പോവുക, രണ്ട് നമ്മൾ വളരാൻ തുടങ്ങുക, ആത്മീയമായി വളരുക. ആ വളരുന്നതോടൊപ്പം അതിനു വേണ്ടിയുള്ളതാണ് അഭിഷേകം വരുന്നത്. ആ ശിരസിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകം രാജകീയമായ അഭിഷേകം, പ്രവാചന അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം. ഈ 3 അഭിഷേകങ്ങളിലൂടെ വരാൻ പോവുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഞാനത് വിശദീകരിക്കാം. രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നതാണ് അപ്പോസ്തലിക ഉപദേശം. ശരിയല്ലേ? പാപമോചനം ലഭിച്ചെന്നേ, പാപമോചനം ലഭിച്ചു. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യില്ലേ? പാപമൊക്കെ വരാം. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജഡമയന. വാക്കിൽ തെറ്റിയാൽ ചിലപ്പോൾ തെറ്റാതെ സൂക്ഷിച്ചാൽ ചിലപ്പോൾ കണ്ണുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോയിന്ന് വരാം. കണ്ണും വാക്കും സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് തെറ്റിപ്പോയിന്ന് വരാം.
അങ്ങനെയാണെങ്കിൽ ഓർക്കുക, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തെറ്റുകൾ പറ്റാം, പാപം വരാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ മരണസമയത്ത് ഏറ്റു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പേടി മനുഷ്യർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്കരൊക്കെ ചെയ്യുന്നത്, അവസാനത്തെ ഒപ്രഷ്യമൊക്കെ കൊടുത്തുവിടും. അങ്ങനെ ഒരു കാര്യം പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? ലാസ്റ്റ് മൊമെന്റ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ദുഷ്ടം വരും, പിശാച് വന്നിട്ട് പറയും, ഈ ശവം കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങ് സൂര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇയാളെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. എന്താ തെളിവ്? യൂദയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ശവത്തോട് പിശാച് വാദിച്ചുകൊണ്ട് നിന്നു അവിടെ വായിക്കുന്നു. ഇങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനാണ് ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെട്ടത്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? നാം അവനോട് ചേർന്നിരിക്കുക. സങ്കീർത്തനം 91 എന്താ പറയുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് വിടുവിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. പക്ഷേ സ്നാനപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അവനോട് ചേർന്ന് പറ്റിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ വിടുവിക്കും. എങ്ങനെ വിടുവിക്കും? തന്റെ ദൂതനെ അയച്ച് ഫലിക്കും. ആരെ? ദുഷ്ടാന്തകാലത്തെ ഫലിച്ച് നാമെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്നാനം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ വിശ്വസിക്കാത്തവൻ. അപ്പൊ നമ്മളെ രക്ഷിച്ച് എങ്ങനെ രക്ഷിക്കുന്നത്? ശിക്ഷാവധി നിന്ന് നമ്മൾ രക്ഷിക്കും കൂടിയാണ്. ശരിയായോ? അവനോട് പറ്റിച്ചേർന്നുകൊണ്ടാണ് നമുക്ക് ഗ്യാരണ്ടി കിട്ടിയത് സ്വർഗത്തിൽ നമ്മൾ എത്തുന്നത്. മനസ്സിലായോ? അനുദിനവും നമ്മൾ യാഗം കഴിക്കുകയാണ്. എങ്ങനെ യാഗം കഴിക്കുന്നു? സമർപ്പിച്ച് യാഗം കഴിക്കുക. എങ്ങനെ സമർപ്പിക്കുന്നത്? കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്റെ പേരിലെ തെറ്റുകൾ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ തിരുനാമത്താൽ നമ്മെ കഴി ശുദ്ധീകരിക്കും. എങ്ങനെയത്? ആ സന്ധിയും ഞരമ്പും നമ്മളായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു. അത് ഒഴുകിയെത്തി സഞ്ചരിക്കുമ്പോൾ നമ്മളെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ശുദ്ധമാക്കുന്ന പരിശുദ്ധ ദിനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യത ഗ്യാരണ്ടീഡാണ്. സ്നാനപ്പെട്ടപ്പോൾ പറയുന്ന ഗ്യാരണ്ടി എന്താണ്? രക്ഷിക്കും. വിശ്വസിക്കാത്തവനാ ശിക്ഷാവധി പോകുന്നേ. വിശ്വസിച്ച് സ്നാനമേറ്റവൻ രക്ഷപ്പെട്ടു. എവിടുന്ന്? നിത്യനാശത്തിൽ നിന്ന്, നിത്യനാരകത്തിൽ നിന്ന്. ഈ ഉറപ്പ് നമ്മളിൽ നിന്ന് പോകരുത്. ഈ ഉറപ്പ് പോയ പിന്നെ സ്നാനപ്പെട്ടിട്ട് ഒരു ഗുണമില്ല. ഇത് നമ്മൾ ഉറച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മിനിമം ഉറച്ചിരിക്കണം. ഇതെനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഭൗതിക നന്മയൊന്നുമല്ല സ്നാനപ്പെട്ട കിട്ടാൻ പോകുന്നത്. എന്നാൽ ഇതെനിക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഇനി ഞാൻ ഈ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു. ഒരു ചൈതന്യം ലഭിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ചൈതന്യം വേണം കർത്താവിന്. എനിക്കൊരു ചൈതന്യം വേണം. ഒരു ഉന്മേഷം എനിക്ക് വേണം. ഒരു ഉന്മേഷം വേണം. നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നവരാണ്. പ്രാർത്ഥിച്ചാൽ പോലും മടുപ്പ് വരും, ക്ഷീണം വരും. എന്നാൽ അങ്ങനെയല്ല. ഈ തലയിൽ നിന്ന് വ്യാപരിക്കുന്ന ആ ശക്തി എന്നിലേക്ക് വ്യാപരിച്ച് ഒരു ചൈതന്യം വരണം. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചൈതന്യം വരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചൈതന്യം വരണം. സാക്ഷ്യം പറയുമ്പോൾ ഒരു ചൈതന്യം വരണം. നമ്മളൊരു വാക്ക് അനക്കിയാൽ, നാം അനങ്ങിയാൽ ചൈതന്യത്തിന്റെ വാക്ക് വരണം. ചൈതന്യം പോയാൽ നമ്മൾ മിണ്ടില്ല. തെളിവ് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനോട് പറഞ്ഞു. തന്നെ കയറ്റി കൊണ്ടുപോകാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും അതിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിച്ചു? യാക്കോബിന് ചൈതന്യം പോയി. യാക്കോബിന് ചൈതന്യം നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത്? യോസഫ് ഇല്ല, ബെന്യാമിനെ കൊണ്ടുവന്നു. മക്കള് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചൈതന്യം പോയതാ. ആശ്വസിപ്പിക്കാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ വന്നു. യാക്കോബിന്റെ അടുത്ത് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ വന്ന് പറഞ്ഞപ്പോഴും അവന് ആശ്വാസം കൊള്ളുവാൻ മനസ്സായില്ല. ചൈതന്യം പോയി. എന്ന് പറഞ്ഞാൽ ചില വാർത്തകൾ വരുമ്പോൾ, തലമുറയെക്കുറിച്ചുള്ള ചില ഭാരങ്ങൾ വരുമ്പോൾ, ചില കേൾവി കേൾക്കുമ്പോൾ ചൈതന്യം നഷ്ടപ്പെടാം. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, സ്നാനപ്പെട്ടവനെ സംബന്ധിച്ച് ഇങ്ങനെ ചൈതന്യം പോകുന്നവരല്ല നമ്മൾ. നമുക്കപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. എന്താണ്? എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില രഥങ്ങളെ അയക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ദുഃഖഭാരം മാറ്റാൻ എന്റെ ദൈവം രഥം അയക്കുന്നവനാ. സാധാരണ രഥമല്ല. ആരെ അയക്കുന്നത്? രാജാവ് അയക്കുന്ന രഥമാ. റോയൽ ചാരിയറ്റ് വരുമെന്ന് വിശ്വസിക്കാമോ? റോയൽ ചാരിയറ്റ് അത് നിങ്ങളൊന്ന് ആത്മാവിൽ കണ്ടു തുടങ്ങണം.
പ്രശ്നം വരുമ്പോ ചൈതന്യം പോകാൻ വേണ്ടി വിട്ടുകൊടുക്കരുത്. പകരം എന്ത് ചെയ്യണം? ആത്മാവിൽ നമ്മൾ കാണണം. എന്റെ റോയൽ കിങ്, റോയൽ ചാരിയറ്റ് എനിക്ക് വേണ്ടി അയക്കുന്നത് ആത്മാവിൽ കാണണം. അതിവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ കയറ്റി കൊണ്ടുപോകും, എന്റെ ദുഃഖം മാറ്റി എന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഇനി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഇവിടെ ഇരിക്കുകയില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയും. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. മറ്റൊരു 2 സന്ദർഭങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 9. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ശിംശോൻ ആത്മശക്തി വലിയതായി വ്യാപരിക്കുന്ന ഒരു സമയത്ത് ഫെലിസ്ത്യ സൈന്യത്തെ കണ്ടപ്പോ ചുറ്റും നോക്കി, കഴുതയുടെ ഒരു പച്ച താടിയിൽ കണ്ടു. അത് മതിയെന്ന് ഒരു വളഞ്ഞ ഒരു എല്ല് കഷ്ണം, ആ എല്ലും കഷ്ണം എടുത്ത് ഫെലിസ്ത്യ സൈന്യത്തെ കൊന്നൊടുക്കി കുന്നുകൂട്ടിയിടുക. കുന്ന് 1, കുന്ന് 2, കുന്ന് 3 എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുന്നുകൂട്ടിയിടുക. ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുന്നത്. ഈ വലിയ അധ്വാനം കഴിഞ്ഞപ്പോ അവൻ ക്ഷീണിച്ചു പോയി. എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. ചൈതന്യം മുഴുവൻ പോയി. ചൈതന്യം പോയപ്പോ ദൈവം തന്റെ അഭിഷേകത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമുണ്ട്. ഒരു കുഴി പിളരുമാറാക്കി, ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതിൽ നിന്ന് വെള്ളം ധാരാളം പുറപ്പെട്ടു വന്നു. അവൻ കുടിച്ചു, ചൈതന്യം വീണ്ടും പ്രാപിച്ചു, ജീവിച്ചു. ഒന്ന് പറഞ്ഞേ, ജീവിച്ചു. നമ്മെ ജീവിപ്പിക്കുന്ന ഒരു വെള്ളമുണ്ട് ദൈവമക്കൾക്ക്. അവരെ ജീവിപ്പിക്കുന്ന ഒരു വെള്ളമുണ്ട്. ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് സ്നാനപ്പെട്ടു. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളോട് പോരാടി മുന്നോട്ട് പോകുമ്പോൾ, പ്രശ്നങ്ങളോട് പോരാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ക്ഷീണം വരാം, നമ്മൾ ചിലപ്പോൾ തളർന്നു പോയെന്ന് വരാം. കർത്താവേ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ഒരു നദി പിളരുന്ന, ഒരു കുഴി പിളരുന്ന ദൈവകൃപ തിരിച്ചറിയണം. ദൈവമക്കളെ, എത്ര പ്രാവശ്യം നമുക്ക് വേണ്ടി അവൻ കുഴി പിളർന്നു തന്നു. ശത്രു നിന്ദിച്ചെന്നേ നമ്മെ അങ്ങ് പരിഹസിച്ചു, ചെന്നിടത്ത് നമ്മെ അപമാനിച്ചു, നാണം കെട്ട പോലെ തോന്നി. കർത്താവേ, എന്തിനെന്നെ അപമാനത്തിന് വിട്ടേന്ന് തോന്നുന്നു ഘട്ടം വന്നു. തകർന്നു പോയില്ല. എന്താണെന്നറിയോ? വീട്ടിൽ വന്ന് കരയാൻ തുടങ്ങിയ സമയത്ത്, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു കുഴി പിളർന്നു വന്നു. കർത്താവ് പിളർത്തിയ ഒരു കുഴി. അതെവിടെയാണെന്നറിയോ? ഒരു വെള്ളം പുറപ്പെട്ടു വരിക, ആത്മാവിന്റെ ഒരു നദി പുറപ്പെട്ടു വരിക. അതിൽ നിന്ന് പാനം ചെയ്തു. നമ്മൾ വീണ്ടും ജീവിച്ചു, ചൈതന്യം പ്രാപിച്ചു. ഇതൊക്കെ ആർക്ക് കിട്ടുന്ന ഗുണമെന്നറിയോ? സ്നാനപ്പെട്ടവന് കിട്ടുന്നതാ. എങ്ങനെ ഞാൻ ഒന്നുകൂടെ പറയാം. അഭിഷേകത്തിന് കിട്ടിയ ഗുണമാണ്, അഭിഷേകത്തിന് വേണ്ടിയാ. അപ്പൊ സാധാരണ മനുഷ്യനും സ്നാനപ്പെട്ടവരും തമ്മിലുള്ള മറ്റൊരു വലിയ വ്യത്യാസമാണ്, അവന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചൈതന്യം ലഭിക്കും. വേണോ? കർത്താവെ, എനിക്കാ ചൈതന്യം വേണം. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കർത്താവെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചൈതന്യം നഷ്ടപ്പെട്ടവനായി, ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയട്ടെ. ഇനി ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. യെശയ്യാ പ്രവചനം 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും, ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഇവിടെ പറയാ, ചൈതന്യം കളയാൻ വേണ്ടി അന്ധകാര ശക്തിക്കും പദ്ധതിയുണ്ട്. ചില വെളിച്ചപ്പാടന്മാര്, മന്ത്രവാദികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ അവരിൽ പോയിട്ട് ചെന്നിട്ട് പറയും, ഇവനെ ഒന്ന് ധൈര്യം കെടുത്തിക്കളയണം, ഇവന്റെ ചൈതന്യം പോകണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവമക്കളെ, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഈ ആവിചാര ശക്തികളൊന്നും ഫലിക്കില്ല. കാരണം എന്താ? മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. നമ്മൾ പറയണം, അവരെ എത്ര ഉത്സാഹത്തോടെ മന്ത്രം ചൊല്ലിയാലും അതൊന്നും ഫലിക്കില്ല. കാരണം നമ്മളിപ്പോ ആരാ? ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ പ്രിയ മക്കൾ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ എപ്പോഴാ? സ്നാനപ്പെട്ടപ്പോ പ്രിയ മക്കളായി. അങ്ങനെയാണ് ദുഷ്ടാന്തകാരത്തിന്റെ യാതൊന്നും വ്യാപിക്കില്ല. ഒറ്റ വാക്യം കൂടെ ഞാനത് പറഞ്ഞോട്ടെ. യെശയ്യാ പ്രവചനം 57-15 വാക്യം. യെശയ്യാ പ്രവചനം 57-15. ചൈതന്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട
ആ കാര്യം മാത്രം ഒന്ന് പറയാൻ വിശദീകരിക്കുന്നില്ല. ഞാനിവിടെ വായിച്ചേ പറ്റൂ. ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും ആയവൻ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യാൻ പോവുക. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനാണ്. ദൈവം ഉന്നതനും പരിശുദ്ധനാ. അവന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴ്മയുള്ളവരുടെ മനസ്സിനും താഴ്മ ഒന്ന് നമുക്ക് വേണ്ടത് എന്താണ്? താഴ്മ. രണ്ട്, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ. അപ്പൊ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനാണ് ചൈതന്യം വരുത്തുള്ളൂ. അപ്പൊ താഴ്മ വേണം നമുക്ക്. താഴ്മയില്ലാതെ നിഗളിച്ച് നടക്കുന്ന, അഹങ്കരിച്ച് നടക്കുന്ന ഒരാൾക്കും ഈ ചൈതന്യം നമ്മിലേക്ക് വ്യാപരിക്കില്ല. ഹാർട്ടിന് ബ്ലോക്ക് വന്നു പറഞ്ഞ പോലെ, ആർട്ടറിക്ക് ചില ഞരമ്പുകളിൽ ബ്ലോക്ക് വന്നു പറഞ്ഞ പോലെ, ബ്ലോക്ക് വരുന്നതിന് കാരണം എന്ന് പറയൂ, ദൈവം നിങ്ങളിലോട് വ്യാപരിക്കില്ല. ഇത് വേണോ? ഈ ചൈതന്യം വ്യാപരിക്കണോ? എന്ത് വേണം? താഴ്മയുള്ള മനസ്സ്. മനസ്സിന് താഴ്മ വേണം. മനസ്സിലൊരു താഴ്മ വേണം. അടുത്തത് എന്താ വേണ്ട? മനസ്സിന് മനസ്താപം വേണം. എപ്പോഴും മനസ്താപം വേണം. ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറാൻ കാരണം എന്താ? അവന്റെ കുറ്റത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ അവൻ കംപ്ലീറ്റ് ദൈവസേനയിൽ സമർപ്പിച്ചു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപത്തെ ജനിച്ചു എന്ന് പറഞ്ഞ് അവൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ തന്നെ തെറ്റുകാരെന്ന് പറഞ്ഞ്. ആ മനസ്താപം നമുക്ക് വേണം. അടുത്തത്, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിൽ ചൈതന്യം വരുത്തുവാൻ. മനസ്താപവും മനവും വിനയവുമുള്ളവരോട് കൂടെ കർത്താവ് നമ്മുടെ കൂടെ വസിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. ഈ ചൈതന്യം വ്യാപരിക്കണമെങ്കിൽ താഴ്മയും മനോവിനയവും. വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ ഈ ചൈതന്യം നമ്മിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. സ്നാനപ്പെട്ടിട്ടും ചൈതന്യം വ്യാപരിക്കാതെ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം മറ്റൊന്നുമല്ല. എന്താ കാരണം? ഒരു താഴ്മ, മനോവിനയം വേണം. അത് രണ്ടും ഇന്ന് വന്നാൽ തിരുമേശയിൽ പങ്കെടുക്കാനും പറ്റും. ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കും.